വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ്റെ ശ്വാസം പോകുന്ന അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെയാവുന്നു. സകല മനുഷ്യർക്കും ജീവനും ശ്വാസവും നൽകിയിരിക്കുന്നത് സൃഷ്ടാവായ ദൈവം തന്നെയാണ്. ഭൂമിയിൽ വെച്ച് ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ദൈവമക്കളായി തീർന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രാണൻ ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ ചെല്ലുന്നു. അല്ലാത്തവരുടെ പ്രാണൻ അവിടെ ചെല്ലത്തില്ല. കാരണം അവർ ഭൂമിയിൽ വെച്ച് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞില്ല, സത്യദൈവത്തെ സേവിച്ചില്ല. അതുകൊണ്ട് അവരുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ്റെ ആയുസ് ഭൂമിയിൽ തികയുമ്പോൾ അവന് ശാരീരിക മരണം സംഭവിക്കുന്നു. ആ സംഭവിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഒന്നുകിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ പാതാളത്തിൽ പ്രവേശിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങളോ ക്രിയകളോ ചെയ്യാൻ പാടില്ല. അവരോട് വിലപിക്കാനും അവരോട് കരയുവാനും അവരോട് പ്രാർത്ഥിക്കുവാനും പാടില്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകളിൽ നിന്ന് എടുത്ത് അവരുടെ പേരിൽ ദാനധർമ്മങ്ങളും കർമ്മങ്ങളും ക്രിയകളും ചെയ്യാൻ പാടില്ല. ഇത് വിശുദ്ധ വേദപുസ്തകം വിലക്കുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളത് ഭൂതങ്ങൾക്കാണ് ചെയ്യുന്നത്. ജീവനുള്ള മനുഷ്യൻ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതിന് പകരം, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മരിച്ചവരോടാണോ പ്രാർത്ഥിക്കേണ്ടത്? മരിച്ചവരോടാണോ തങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ടത്? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാനോ പ്രാർത്ഥിക്കുവാനോ യാചിക്കുവാനോ മരിച്ചുപോയ ആൾക്ക് എങ്ങനെ കഴിയും? അയാൾ മരിച്ചപ്പോഴേ അയാളുടെ നിരൂപണങ്ങളും അയാളുടെ ചിന്തകളെല്ലാം മരിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് മധ്യസ്ഥ അണയ്ക്കാൻ കഴിയുന്നത്? അതിനാണ് യേശുക്രിസ്തു ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന എത്തുന്നുള്ളൂ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരുടെ പേരിലും നാമത്തിലും ചെയ്യുന്ന പൂജകളും കർമ്മങ്ങളും ക്രിയകളും നേർച്ച കാഴ്ചകളും ഒക്കെ അതിൻ്റെ പിന്നിൽ മഹത്വം കൊടുക്കുന്നത് ഭൂതാത്മാക്കളാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഭൂതാത്മാക്കൾക്ക് കൂട്ടാളികളാകരുത്. അങ്ങനെ ആയാൽ കർത്താവിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിലൂടെ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രാണനെ ഭൂതാത്മാക്കൾ അവകാശം പറയും. നിത്യജീവനെ നഷ്ടപ്പെടുത്തി കളയാതെ നിത്യമരണത്തിലേക്ക് വഴുതി പോകാതെ വണ്ണം ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിച്ചു, ക്രിസ്തുവിൽ മരിച്ചു നിത്യത പ്രാപിക്കാൻ ദൈവജനത്തെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.